ബിഗ് ബോസ് മലയാളം സീസൺ 7 വോട്ടിങ്ങിനെ ബന്ധപ്പെട്ടുകൊണ്ട് ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. ഈ ഒരു പ്രൊമോയില് ലാലേട്ടൻ പറയുന്ന കാര്യങ്ങൾ 100% സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ചകൾ വളരെ മികച്ച രീതിയിൽ ഈ പറയുന്ന കോണ്ടന്റുകൾ ഉണ്ടാക്കുന്ന കണ്ടസ്റ്റൻസ്, ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന കണ്ടസ്റ്റൻസ്, അവർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ തോന്നിവാസങ്ങൾ കാണിച്ചാലും ബിഗ് ബോസ് ഹൗസിൽ കോണ്ടന്റ് കൊടുക്കാതെ ചുമ്മാതിരുന്നാലും ന്യായമല്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാലും ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ചയിൽ മികച്ച രീതിയിൽ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സീസണിന്റെ ആദ്യം മുതൽ അവസാനം വരെയും ആ ഒരു കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു കാര്യം നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. ഈ കഴിഞ്ഞ എല്ലാ സീസണുകളിലും അങ്ങനെ തന്നെയായിരുന്നു. ഒരാളെ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം മുതൽ അവസാനം വരെയും ആ ഒരു കണ്ടസ്റ്റന്റിന് മാത്രം വോട്ട് ചെയ്യും. അതിൻ്റെ ഇടയിൽ മികച്ച രീതിയിൽ കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന കണ്ടസ്റ്റൻസ് വന്നാലും ഏറ്റവും അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന കണ്ടസ്റ്റൻസ് വന്നാലും അവരുടെ ഗെയിം കാണാനോ അവരുടെ അവർ കൊടുക്കുന്ന കോണ്ടന്റുകൾക്ക് ഒരു വാല്യൂ കൊടുക്കാനോ ജനങ്ങൾ ശ്രമിക്കാറില്ല. അപ്പോൾ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ലാലേട്ടൻ ഒരു പ്രൊമോ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു പ്രൊമോയിൽ ലാലേട്ടൻ പറയുന്നത് ഈ പറയുന്ന കണ്ടസ്റ്റൻസിന്റെ ഗെയിമും കോണ്ടന്റും അവരെങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് അതിനനുസരിച്ച് കൊണ്ട് വോട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഇലക്ഷൻ നമ്മൾ വെക്കുന്നത് എന്തിനാണ്? ഇലക്ഷനിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി വിജയിക്കാനായിട്ടാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും മികച്ച ഒരു കണ്ടസ്റ്റന്റ് വിജയിക്കണം. അതിപ്പോൾ ആദ്യം ഭയങ്കരമായിട്ട് കോണ്ടന്റുകൾ ഉണ്ടാക്കി ജനങ്ങളുടെയൊക്കെ ഇഷ്ടം പിടിച്ചു പറ്റി അതേ കണ്ടസ്റ്റന്റ് പിന്നെ വന്നിട്ട് ന്യായമല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നു, ഭയങ്കരമായിട്ടുള്ള റോങ് ആയിട്ടുള്ള അലിഗേഷൻസ് ബിഗ് ബോസ് ഹൗസിൽ ഉന്നയിക്കുന്നു, ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്നു. അപ്പോഴും ഈ പറയുന്ന ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ച ആ ഒരു കണ്ടസ്റ്റന്റ് വളരെ മികച്ച കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് മറ്റുള്ളവരെ കാണാതെ ആ ഒരു ഒറ്റ കണ്ടസ്റ്റന്റിന് മാത്രം വോട്ട് ചെയ്യുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ എപ്പോഴും ഒരു ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും നോക്കാറ്. അയാൾ ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അയാൾ ചെയ്യുന്നത്, അതൊക്കെ നോക്കിക്കൊണ്ട് വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ വിശകലനം ചെയ്ത് കൃത്യമായിട്ട് ഏറ്റവും അധികം കോണ്ടന്റുകൾ കൊടുക്കുന്നതും ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നതും അങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ മാത്രം വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ സീസണുകളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇത് ലാലേട്ടൻ എല്ലാ സീസണുകളിലും കൃത്യമായിട്ട് വന്ന് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. വോട്ട് ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന കണ്ടസ്റ്റന്റിന് വോട്ട് ചെയ്യൂ, അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് വിജയിക്കട്ടെ. ഈ പറയുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസ്, ഈ പറയുന്ന ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിൽ വോട്ടിങ്ങിൽ പുറത്താവുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. അതിന് റീസൺ മറ്റൊന്നുമല്ല, ആദ്യ ആഴ്ചകളിൽ സ്ട്രോങ് ആണെന്ന് തോന്നുന്ന മത്സരാർത്ഥികൾക്ക് വീണ്ടും വീണ്ടും വോട്ടുകൾ കിട്ടുന്നത് കൊണ്ടാണ് പിന്നീട് കോണ്ടന്റുകൾ കൊടുക്കുന്ന കണ്ടസ്റ്റൻസ് ആണെങ്കിലും അവർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്ഷനിൽ പുറത്തു പോകുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതിൻ്റെയൊക്കെ വിധികർത്താക്കൾ നമ്മൾ ജനങ്ങൾ തന്നെയാണ്. നമ്മൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് വോട്ട് ചെയ്തിട്ട് വേണം അവർക്ക് അവിടെ വിജയിക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഏറ്റവും നല്ല കോണ്ടന്റുകൾ കൊടുക്കുന്നതുമായിട്ടുള്ള കണ്ടസ്റ്റന്റിന് വോട്ട് ചെയ്ത് അവരെ ഇതിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെ താല്പര്യങ്ങളാണ്, എന്തൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടത്, ജനങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അതൊക്കെ ഉള്ളിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക് വ്യക്തമാക്കുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ പുറത്തുള്ള വോട്ടിങ്. അപ്പം നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് ഗെയിം നോക്കി അവരെന്തൊക്കെയാണ് ആ ഒരാഴ്ച ചെയ്തത്, ഏറ്റവും നല്ല മത്സരാർത്ഥികൾ ആരൊക്കെയാണ്, മോശം മത്സരാർത്ഥികൾ ആരൊക്കെയാണ്, അങ്ങനെ വിശകലനം ചെയ്ത് ബിഗ് ബോസിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് വോട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്